സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഭയങ്കര ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പാമ്പ്ളാനി പിതാവിനെ അവസരവാദി എന്ന് വിളിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച. ഏതായാലും പിണറായി വിജയന് ഇതിനു മുമ്പിരുന്ന പിതാവിനെ നികഷ്ടജീവി എന്നൊക്കെ വിളിച്ചു. അതിലും കൂടിയ ഒരു പദമാണ് ഈ അവസരവാദി എന്നുള്ളത്. അതൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ ഇതിപ്പോൾ വലിയ ചർച്ചയാക്കുന്നത്? പിണറായി വിജയൻ വിളിച്ചത് നികഷ്ടജീവി എന്ന്. ആ നികഷ്ടജീവിയെക്കാട്ടിൽ എത്രയോ അത്ര സോഫ്റ്റായിട്ടുള്ളൊരു പദമാണ് അവസരവാദി. അവസരവാദി എന്ന അവസരത്തിനൊത്ത് സംസാരിക്കുന്നവരാണ്. ഒരർത്ഥത്തിൽ പാമ്പ്ളാനി പിതാവ് അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററോട് എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കറക്റ്റ് കാര്യമാണ്. പാമ്പ്ളാനി പിതാവ് 2-3 ദിവസം കൊണ്ട് പല അഭിപ്രായം പറഞ്ഞു. അത് കറക്റ്റ് കാര്യമാണ്. അതുപോലെ തന്നെ അപ്പോഴത്തേന് ഇന്ന് കത്തോലിക്ക സഭയുടെ ഒരു പ്രതിനിധിയായിട്ട് വന്ന ഒരു ഫിലിപ്പ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തെപ്പറ്റി, ഗോവിന്ദൻ മാഷിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ഒരാളാ ഇദ്ദേഹം എന്ന് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് പറഞ്ഞതാണ്. ഇദ്ദേഹം RSS പറ്റി പറഞ്ഞപ്പോൾ പിണറായി തിരുത്തിയതാണ്. പിണറായിക്ക് ആക്ച്വലി ഒരു സെക്രട്ടറിയെ തിരുത്താനുള്ള അധികാരമൊന്നുമില്ല. ഇപ്പം മുഖ്യമന്ത്രിയാ അധികാരി. പണ്ടൊക്കെയാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന അധികാരി. ഇപ്പം ഈ ഇദ്ദേഹത്തിന് ഇത്രയും അധികാരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തിരുത്തിയത്. എന്നിട്ടും ഇങ്ങനെ ഇദ്ദേഹത്തെ തിരുത്തി. അപ്പോൾ ഈ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട്, മറ്റേത് ഒരു അവസരവാദി. ഇതൊക്കെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ നാട്ടുകാർ ഈ ചർച്ച നടത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും അവരവർ മനസ്സിലാക്കും ഇതാരാ ശരി ആരാ തെറ്റ്. എല്ലാവരും അവരവരുടെ ഇതിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർക്ക് ഈ പാവങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്തോ സംഭവിച്ചെന്ന്. അതുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.